കലൂർ സ്റ്റേഡിയം അപകടത്തിൽ ഓസ്കാർ ഇവന്റ്സ് ഉടമ ജനീഷ് കസ്റ്റഡിയിൽ. തൃശൂരിൽ നിന്നാണ് പാലാരിവട്ടം പോലീസ് ജനീഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ജനീഷ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നില്ല. അതേസമയം നൃത്തപരിപാടിയിലെ സംഘാടകരുടെ ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കും. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, ഉമാ തോമസിന് അപകടമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഷമി സൂചിപ്പിച്ചതുപോലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. പാലാരിവട്ടം പോലീസ് തൃശ്ശൂരിൽ നിന്നുമാണ് ജനീഷിനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയപ്പോൾ മൃദംഗാവിഷൻ ഉടമ നികോഷ് കുമാറിനോടും ഓസ്കാർ ഇവന്റ് ഉടമ PS ജനീഷിനോടും പാലാരിവട്ടം പോലീസിന് മുന്നിൽ ഹാജരാകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നികോഷ് കുമാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും നികോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ജനീഷ് അന്ന് ഹാജരായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നു, പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. തൃശ്ശൂരിൽ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെയും ഹാജരാകാതിരുന്നത്. തുടർന്നാണ് ഇന്ന് പോലീസ് തൃശ്ശൂരിലെത്തി ജനീഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് 4 പേർക്ക് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. ആ ജാമ്യത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മൃദംഗാവിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ, അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് സംഘാടകരായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ മാനേജർ കൃഷ്ണകുമാർ, ഒപ്പം ഈ താൽക്കാലിക വേദി നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, ഈ 4 പേർക്കാണ് ഇടക്കാല ജാമ്യം നൽകിയിരുന്നത്. ഈ ജാമ്യത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് 4 പേരും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഇന്നലെ നികോഷ് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. തിയോഫിൻ വിവരങ്ങൾ നൽകിയത്.